ഹായ് ഫ്രണ്ട്സ്, രസ്ന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് യോക്കിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്കാലപ്പ് വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സാരിയാണ് എടുത്തിട്ടുള്ളത്. ഈ സാരിയിൽ അന്നൊരു പാറ്റേൺ ഞാൻ ചെയ്തിരുന്നു, അതിൽ ബാക്കി വന്ന ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ലൈനിങ് 4 ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കെല്ലാം ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, ഷോൾഡറിൻ്റെ വിഡ്ത്ത് 6.5 ഇഞ്ച്, ഷോൾഡറിൻ്റെ ലെങ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് വിഡ്ത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 14 ഇഞ്ചിൽ കിട്ടും. അത് കട്ട് ചെയ്തിട്ട് വേണം ഇതെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. കൈക്കുഴീൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് ഷേപ്പാക്കിയിട്ട് വരച്ച് കൊടുക്കാം. ഫ്രണ്ട് കൈക്കുഴിയും വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് 7.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. ഞാനിതിൽ യോക്കിൽ വരുന്ന ആ ഡിസൈൻ, സ്കാലപ്പ് ഡിസൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ, ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആ ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റും കൂടി കട്ട് ചെയ്ത് മാറ്റാം. ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴീൻ്റെ അവിടെ 1/4 ഇഞ്ച് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് വരച്ചില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അത് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ലൈനിങ്ങും സെയിം കളർ തന്നെ എടുത്തിട്ടുണ്ട്. അതും കട്ട് ചെയ്ത് മാറ്റാം. ലൈനിങ്ങിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതും റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് വരച്ച് കൊടുക്കുന്നത്. ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് മെയിൻ ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ഈ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. പിൻ ചെയ്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നമുക്ക് സ്കാലപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് വരച്ച് കൊടുക്കാം. കുറച്ച് നീളത്തിൽ നമുക്ക് വരച്ച് കൊടുക്കാം. ഇവിടെ ഒരു 16 ഇഞ്ച് നീളത്തിലാണ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ലൈനിങ് ക്ലോത്തിൽ അത് അയൺ ചെയ്തെടുക്കാം. 2 പീസാണ് വേണ്ടത്. ഇത് ബാക്ക് പോർഷൻ മെയിൻ ക്ലോത്തിൽ, അതായത് ബാക്ക് പോർഷനിൽ ലൈനിങ് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് നമുക്കതും ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം നെക്ക്. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് 2 സൈഡിലുമാണ് സ്കാലപ്പ് വർക്ക് വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ അത് വന്നോളും. ഇതിൻ്റെ മുകളിലായിട്ടാണ് സ്കാലപ്പ് വർക്ക് വരുന്നത്. അപ്പോൾ ഇത് മെയിൻ ക്ലോത്തിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കാം.
അതിൻ്റെ മുകളിലായിട്ട് മെയിൻ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ സൈഡിൽ കൂടി അടിച്ചു കൊടുക്കാം. ആ ഡിസൈൻ വരുന്നില്ലേ, ക്യാൻവാസിൽ തട്ടാതെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ വരുന്ന ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ അതിൻ്റെ അരിക്കും വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് എന്നിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് നല്ല വൃത്തിയിൽ ഇങ്ങനെ ശരിയാക്കി എടുത്താൽ മതിയാവും. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ രണ്ട് ഭാഗവും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിന് മുകളിൽ കൂടി പതിച്ചൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി നമുക്കത് ഫ്രണ്ട് പോർഷനത്തെ ഫ്രണ്ടിൽ ഇതുപോലെ സ്കാലപ്പ് വർക്ക്, ഇപ്പോൾ നമ്മൾ ചെയ്ത സ്കാലപ്പ് വർക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വർക്ക് വരുന്ന സ്കാലപ്പ് വർക്ക് വരുന്ന ആ ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കുന്നില്ല, അവിടെ ഓപ്പൺ ആയിട്ടാണ്. താഴെ ഭാഗത്തും പിന്നെ ആ സ്ലീവ് വെക്കുന്നില്ല, ആ ഭാഗത്ത് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ ഇതിൽ ഫ്രണ്ടിൽ ചെറിയ ബീഡ് വർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി അത് ബാക്ക് പോർഷനുമായിട്ട് നമുക്ക് ബാക്ക് പോർഷനും കംപ്ലീറ്റ് ചെയ്ത് നെക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.